ജനകീയ കൂട്ടായ്മയുടെ അധ്യക്ഷൻ, AITC-യുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മുൻ മന്ത്രിയും CPI-യുടെ അനിഷേധ്യ നേതാവുമായ KP രാജേന്ദ്രൻ അവർകളെ, ഈ ധർണയിൽ പങ്കെടുക്കുന്ന എന്റെ പ്രിയ സുഹൃത്തുക്കളായ തുളസി, ബൈജു, മറ്റ് സിനിമാ മേഖലയിലെ പ്രവർത്തകരെ, ബഹുമാനരായ AITC-യുടെയും CPI-യുടെയും ബഹുമാനരായ നേതാക്കളെ, ലോക സിനിമയിൽ ഇന്നേ വരെ കാണാത്ത അതിനിഷ്ഠൂരമായ ഒരു ക്രൂരകൃത്യം, ബലാത്സംഗം ചെയ്യാൻ കൊട്ടേഷൻ കൊടുക്കുക എന്ന് പറയുന്ന, നമ്മൾ ഇതൊരു കേൾവി പോലുമില്ലാത്ത ഒരു ക്രൂരകൃത്യത്തിന് വിധേയയായ നമ്മുടെ പ്രിയങ്കരിയായ മലയാളത്തിന്റെ അഭിനേത്രിക്ക് ആദ്യമായിട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനായിട്ട് ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. മലയാള സിനിമയിൽ താരാധിപത്യവും തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവർക്കെതിരെ വിരൽ ചൂണ്ടുകയും വിമർശിക്കുകയും ചെയ്യുന്നവരെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന പ്രവണതയുണ്ട് എന്ന് 9 വർഷങ്ങൾക്ക് മുമ്പ് ഈ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ നിന്ന് ഞാനും ഗാനവും ഒക്കെ പ്രസംഗിച്ചിട്ടുണ്ട്. അന്ന് ബഹുമാന്യനായ സാംസ്കാരിക വകുപ്പ് മന്ത്രി സഖാവ് MA ബേബിയോട് തിലകൻ ചേട്ടന്റെ ഇഷ്യൂവിൽ ഇടപെടാൻ സമയമായില്ല എന്നങ്ങ് പറഞ്ഞത് ശരിയായില്ല, ഇടപെടണം, സമയം കഴിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ 75 വയസ്സായ ഈ വന്യമയോധികനായ മഹാനടൻ, ലോകോത്തര നടൻ, അദ്ദേഹം കുഴപ്പത്തിലാകുമെന്ന് പറഞ്ഞ കാര്യം ഞാൻ ഇന്ന് ആലോചിക്കുകയാണ്. സത്യത്തിൽ മാക്ട ഫെഡറേഷൻ എന്ന് പറയുന്ന ഒരു ട്രേഡ് യൂണിയൻ ഉണ്ടാക്കി മലയാള സിനിമ കുഴപ്പത്തിലാക്കി പ്രതിഭാധനരായ പ്രതിഭയുള്ള കലാകാരന്മാരോടൊപ്പം ഡ്രൈവേഴ്സിനെയും കൊള്ളരുതാത്തവരെയും ഒക്കെ പിടിച്ചിരുത്തി കുഴപ്പം സൃഷ്ടിച്ചു തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞ് അത് AITC-യിൽ അഫിലിയേറ്റ് ചെയ്തു. ഇത്തരം എന്തെല്ലാം ആരോപണങ്ങളാണ് അന്ന് എനിക്കെതിരെ ഇവർ പറഞ്ഞത്. സത്യത്തിൽ സോഷ്യൽ ആഡിറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഈ രംഗത്ത് വന്നിരുന്നെങ്കിൽ, സംഘടനകൾ നേതൃത്വം വഹിച്ചിരുന്നെങ്കിൽ ഇത്തരം തെമ്മാടിത്തരങ്ങൾ ചെയ്യാനായിട്ട് ഇതുപോലെയുള്ള സിനിമ മേലാളന്മാർക്ക് പറ്റില്ലായിരുന്നു. രാഷ്ട്രീയക്കാർക്ക് അവരുടേതായ സോഷ്യൽ ആഡിറ്റുണ്ട്, ഉത്തരം പറയേണ്ടതുണ്ട് ജനങ്ങളോട്. ഇതാരോടും പറയേണ്ടതില്ലല്ലോ. അമ്മയുടെ ജനറൽ സെക്രട്ടറിക്ക് പ്രസിഡന്റ് ഇന്നസെന്റിനോട് പറഞ്ഞാൽ മതി, ഇന്നസെന്റിന് ജനറൽ സെക്രട്ടറിയോട് പറഞ്ഞാൽ മതി. സത്യത്തിൽ സുഹൃത്തുക്കളെ, ട്രേഡ് യൂണിയൻ ഉണ്ടാക്കി മലയാള സിനിമയിൽ നേതാവാകാനൊന്നും ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ല. 2001 എന്റെ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രത്തിന്റെ തമിഴ് പതിപ്പ് കാശി, വിക്രമിനെ അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ എടുത്ത കാശി എന്ന പടം മദ്രാസിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ അതിന്റെ 1 മിനിറ്റ് കൊണ്ട് ഒരു പിന്നാമ്പുറ കഥ ഇങ്ങെടുത്ത് പറയുകയാണ്. ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ തമിഴ്നാട്ടിൽ മേക്കപ്പ് അസിസ്റ്റന്റും നടന്മാർക്കും നടിമാർക്കും സംവിധായകർക്കും ആഹാരം വിളമ്പുന്ന പ്രൊഡക്ഷൻ മാനേജർമാരും നമ്മുടെ മരങ്ങളിലും വീടിന്റെയൊക്കെ മുകളിൽ കയറി ലൈറ്റ് കിട്ടുന്നവരും ഒക്കെ ആയിട്ടുള്ള തൊഴിലാളി വർഗം, നമ്മൾ ഈ കാണുന്ന 10 200 പേരല്ലെ 100 പേര് ലൈം ലൈറ്റിൽ നോക്കുന്ന നടന്മാരും സംവിധായകരും അല്ലാതെ 10,000-ഓളം പേര് വർക്ക് ചെയ്യുന്നുണ്ട് മലയാള സിനിമയിൽ പോലും. തമിഴ്നാട്ടിലാണെങ്കിൽ അത് ഏതാണ്ട് 1 ലക്ഷത്തിനടുത്ത് വരും. അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി സർക്കാർ, കേന്ദ്ര ഗവൺമെന്റിന്റെ സ്കോളർഷിപ്പ് അവിടുത്തെ തൊഴിലാളികൾക്ക് വീട് വെക്കാൻ അന്ന് 2001 60,000 രൂപ വെച്ച് കൊടുക്കുന്നു. അസുഖം ബാധിച്ചവർക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായം നൽകുന്ന ഒരു വലിയ ഫംഗ്ഷൻ. ഞാനപ്പോ എന്റെ അടുത്തിരുന്ന ഭാരതിരാജ സാറിന്റെ അടുത്ത് ചോദിച്ചു, സാർ ഇത് ഞങ്ങളുടെ നാട്ടിലെ സിനിമാക്കാർക്കാർക്കും തൊഴിലാളികൾക്ക് ഇത് കിട്ടുന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, വിനയൻ ഉദ്ദേശിച്ച ഇത് നിങ്ങളുടെ ഒരു മാക്ട എന്ന് പറയുന്ന സാംസ്കാരിക സംഘടന കൊണ്ട് നടക്കില്ല. ഇതിന് നമ്മുടെ രാജ്യത്തെ നിയമം അനുസരിച്ച് ട്രേഡ് യൂണിയൻ രജിസ്ട്രേഷൻ വേണം, അവരുടെ കാർഡ് വേണം, എങ്കിലേ ഇത്തരം ക്ഷേമനിധിയിൽ കിടക്കുന്ന ക്യാഷ് ഇവിടുത്തെ നിങ്ങളുടെ തൊഴിലാളികൾക്ക് ഇതുപോലെ കിട്ടത്തുള്ളൂ. സുഹൃത്തുക്കളെ, ആ ഒരൊറ്റ കാര്യമാണ്. സഹജീവികളായ നമ്മളുടെ ജോലി ചെയ്യുന്ന ആൾക്കാർ, നമുക്കവരെ സഹായിക്കുന്നതിന് പരിധിയുണ്ട്. അപ്പൊ അവർക്ക് കിട്ടേണ്ടുന്ന, കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കിട്ടേണ്ട ആനുകൂല്യം കിട്ടാൻ വേണ്ടി അന്ന് ഞാൻ വന്ന് മാക്ട എന്ന് പറയുന്ന സംഘടനയുടെ പ്രസിഡന്റ്, എനിക്ക് തോന്നുന്നു അന്ന് ഫാസിലാണ്, അദ്ദേഹമൊക്കെ ഇരിക്കുന്ന മീറ്റിംഗിൽ ഞാൻ പറഞ്ഞപ്പോ
എന്നോട് പറഞ്ഞ വാക്ക് അണ്ടനെ അടകോടനെയൊക്കെ കൂടെ പിടിച്ചിരുത്തിയിട്ട് ഇത് കൊളവാക്കാനാണോ വിനയൻ ഉദ്ദേശമെന്നാണ്. ഞാൻ പറഞ്ഞല്ല, ഞാൻ പറഞ്ഞത് ഈ സംഘടന ഇങ്ങനെ ഒരു ചീട്ടുകളിയും കള്ളുകൂടിയുമായിട്ട് അല്ലെങ്കിൽ നമുക്ക് കൂടുന്ന ഒരു എന്താ പറയാ ഒരു സമയം പോക്കൽ സംഘടനയായിട്ട് പോകുന്നത് കൊണ്ട് ഒരു കാര്യമില്ല. അത് തൊഴിലാളികൾക്ക് ഗുണമുള്ള ഒരു സംഘടനയായിട്ട് നമുക്ക് മാറ്റാം. അങ്ങനെ 2001 തൊട്ടുള്ള എന്റെ സ്ട്രഗിളിന്റെ ഫലമാണ് 2006 ജൂലൈയില് ഇത് അവിടെ ഉദ്ഘാടനം ചെയ്തത്. എസ് ശർമ്മ എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്തു മൈക്ട ഫെഡറേഷൻ 2006 ജൂലൈയില്. 2008 ജൂലൈയിൽ അത് പൊട്ടിച്ച് കൊളവാക്കി ഫെഫ്ക ഉണ്ടാക്കി. അതാണ് ചരിത്രം. 1.5-2 വർഷമാണ് മൈക്ട ഫെഡറേഷൻ നിന്നത്. അപ്പൊ മൈക്ട ഫെഡറേഷൻ ഞങ്ങൾ തുടങ്ങുന്നത് തൊഴിലാളികൾക്ക് വേണ്ടിയായിരുന്നു. ആ തൊഴിലാളികൾക്ക് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടാനായിരുന്നു. പക്ഷെ ഒരു സംഘടനയായപ്പോ ആ സംഘടനയ്ക്ക് ചില നിയമാവലികളും ചട്ടക്കൂടും ഉണ്ടായപ്പോ ഇവിടെ ഇരിക്കുന്ന എന്റെ ബഹുമാന്യ സുഹൃത്തായ തുളസീദാസ് എന്ന് പറയുന്ന സംവിധായകന്റെ ഒരു എഗ്രിമെന്റിൽ ദിലീപ് എന്ന് പറയുന്ന നടൻ 40 ലക്ഷം രൂപ ഒരുമിച്ച് അദ്ദേഹത്തിന്റെ റെമുനറേഷൻ മേടിച്ചുകൊണ്ട് അതിൽ അഭിനയിക്കാൻ ഒപ്പിട്ടു. പ്രൊഡ്യൂസറും ഡയറക്ടറും പ്രൊഡക്ഷൻ കൺട്രോളറും ഒക്കെ ഒപ്പിട്ടു. പക്ഷേ വർഷങ്ങളായിട്ടും ആ ഡേറ്റ് കൊടുക്കുന്നില്ല. ചോദിച്ചോ പറഞ്ഞു തുളസീദാസിന്റെ ആ സമയത്ത് ഇറങ്ങിയ എന്തോ പടങ്ങൾ സാമ്പത്തികമായിട്ട് പരാജയപ്പെട്ടു, അതുകൊണ്ടാ ഞാൻ അതിൽ അഭിനയിക്കില്ല എന്ന് അദ്ദേഹം പറയുന്നു. അന്ന് പൊള്ളാച്ചിയിൽ ഊമപ്പണ്ണിനുരിയാടപ്പ എന്ന് പറയുന്ന ചിത്രത്തിന്റെ തമിഴ് പതിപ്പിന്റെ ഷൂട്ടിംഗ് ഉള്ളപ്പോഴാണ് ഇവിടുന്ന് സംവിധായകൻ കെ മധുവും ഹരികുമാറും എന്നെ വിളിക്കുന്നു. തുളസീദാസും ഉണ്ടായിരുന്നു. ഈ കാര്യം എന്നോട് പറയുന്നു. എന്ന് മാത്രമല്ല, അദ്ദേഹം വളരെ ഇപ്പം നമ്മുടെ ഇവിടെ വന്നിട്ടുണ്ട്, വളരെ വികാരാധീനായിട്ട് അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെയാണ് ഞാനൊരു ചെറിയ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ഒരു പെൺകുട്ടിയെ പോലും ഒരു പടത്തിലോട്ട് വെക്കുന്ന സമയത്ത് ദിലീപ് പറയുന്നു അത് പറ്റില്ല എന്ന് പറയുന്നു. അങ്ങനെ എന്നെ ധാരാളം പീഡിപ്പിച്ചു. ഒടുവിൽ പറയുന്നു, പ്രൊഡ്യൂസറോട് പറയുന്നു, ഇയാളെ മാറ്റിയാൽ ഞാൻ അഭിനയിക്കാന്ന് പറയും. ആ ഒരു സെറ്റിൽ ഇദ്ദേഹം സംസാരിക്കാൻ ചെന്നപ്പോ അദ്ദേഹം പറയണം അത് സാക്ഷ്യപ്പെടുത്തണം. 2 കസേര കിടന്നിരുന്നു. ആ ഒരു കസേരയിൽ ഡയറക്ടർ എന്ന് പറയുന്ന ഇദ്ദേഹം ചെന്നപ്പോ ആ താരം ഒരു കസേരയിലോട്ട് കാലെടുത്ത് വെച്ചിട്ട് ഇദ്ദേഹം നിൽക്കുന്നു. ഇദ്ദേഹത്തിന്റെ അടുത്ത് ആ താരം ചാൻസ് ഒക്കെ ചോദിച്ചു ചെയ്തിട്ടുള്ളതാണ്. ഇന്ന് ഇദ്ദേഹം ഞങ്ങളുടെ മീറ്റിംഗിൽ പ്രസംഗിക്കുകയാണ്, നമ്മുടെ തുളസീദാസ് ഇരിക്കുന്ന നമ്മുടെ ബഹുമാന്യ സുഹൃത്ത്. അപ്പൊ ഞങ്ങളൊക്കെ വളരെ വികാരാധീനായി സംസാരിച്ചു. ശരിയല്ല, ഇതാണ് താരമേധാവിത്വം എന്ന് പറയുന്നത്. ഈ ചെറുപ്പക്കാരൻ ഇപ്പൊ വന്നതേ ഉള്ളൂ. അയാളെ വെച്ച് ആദ്യ കാലഘട്ടങ്ങളിൽ ഞാൻ കല്യാണ സൗഗന്ധ്യം തൊട്ട് നിങ്ങൾക്കറിയാം ഒത്തിരി കൊച്ചു പടങ്ങൾ ചെയ്ത ആളാണ്. 6-7 പടങ്ങൾ ചെയ്തതാണ്. ഞാൻ വളരെ ചേർത്ത് പിടിച്ചിട്ടുള്ള ആളാണ്. അയാളുടെ ചെറുപ്പകാലത്തെ വളർച്ചയിൽ, ആദ്യകാലത്തെ വളർച്ചയിൽ ഒത്തിരി സഹായിച്ചിട്ടുള്ള ആളാണ്. അയാളൊരു വലിയ താരമാകും, മനോഹരമായിട്ട് ഫ്ലെക്സിബിളായിട്ട് കോമഡി ചെയ്യുന്ന ആളാണ്, വളരും എന്ന് ഞാൻ അനുഗ്രഹിച്ചിട്ടുള്ള ആളാണ്, തുറന്നു പറയാം. പക്ഷെ ഇത്തരം ദ്രാഷ്ട്യം അനുവദിക്കില്ല. ഞാൻ അദ്ദേഹത്തെ വിളിക്കുന്നു, ദിലീപ്, തുളസിയുടെ ഒരു കംപ്ലൈന്റ് ഉണ്ട്. ഒരു സംവിധായകന്റെ 2 പടം പൊട്ടിയാൽ അഭിനയിക്കത്തില്ലെന്ന് പറഞ്ഞാൽ തന്റെ എത്രയോ പടം പൊട്ടുന്നു, അത് ന്യായമാണോ പറയുന്നത്? ഇല്ലേട്ടാ, ഞാൻ അയാളുടെ പടത്തിൽ അഭിനയിക്കുന്ന പ്രശ്നമില്ല. ഞാൻ ശ്രീമാൻ ഇന്നസെന്റിനെ വിളിക്കുന്നു. ഇന്നസെന്റ് ചേട്ടാ, ഇത് സംഘടനാപരമായിട്ട് നോക്കുമ്പോ നിങ്ങൾക്കറിയാം ഒരു എഗ്രിമെന്റ് വേണം എന്ന് ഫിലിം ചേംബർ പറഞ്ഞപ്പോൾ താരങ്ങൾ എതിർത്തു. മലയാള സിനിമയിലെ മൊത്തം സംവിധായകരും താരങ്ങളോടെ നിന്നു. ഞാൻ ഒറ്റയ്ക്ക് പ്രൊഡ്യൂസർ, ഒരു ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക്, ടെക്നീഷ്യൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഫിലിം ചേംബറിന്റെ കൂടെ നിന്നു. താരങ്ങൾ സമരം ചെയ്തുകൊണ്ട് കൂട്ടമായിട്ടെന്ന അമേരിക്കയ്ക്ക് പോയി. 2004 സംഭവമാണ്. അമേരിക്കയ്ക്ക് പോയി. ഞാൻ പൃഥ്വിരാജിനെ വിളിച്ച് സത്യം എന്നുള്ള പടം, പൃഥ്വിരാജിനെയും തിലകൻ ചേട്ടനെയും ബാബുരാജ് 2-3 ആർട്ടിസ്റ്റുകളെ വെച്ച് പടം ചെയ്തു. സത്യം, പ്രിയാമണി എന്ന് പറഞ്ഞ നടിയെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തിലകൻ ചേട്ടനെയും പൃഥ്വിരാജിനെയും ഒക്കെ വിലക്കി, ബാബുരാജിനെയും ഒക്കെ വിലക്കി. തിലകൻ ചേട്ടൻ ഒഴികെ ബാക്കി എല്ലാവരും മാപ്പ് പറഞ്ഞ് തിരിച്ചു കയറി. അന്ന് തൊട്ട് തുടങ്ങിയതാണ് തിലകനോടുള്ള വൈരാഗ്യം. അപ്പൊ അന്നങ്ങനെ ഒരു എഗ്രിമെന്റ്, ആ സമരത്തിൽ താരസംഘടന പൊളിഞ്ഞു, എഗ്രിമെന്റ് ഇടാൻ സമ്മതിച്ചു. ആ എഗ്രിമെന്റ് ഇന്ന് വൈലേറ്റ് ചെയ്യുകയാണ് പ്രമുഖ നടൻ, സൂപ്പർ സ്റ്റാർ ആയപ്പോൾ ദിലീപ്. അപ്പോ ഇന്നസെന്റ് ചേട്ടൻ പറഞ്ഞു, ഞാൻ തിരിച്ചു വിളിച്ചിട്ടെന്ന് പറഞ്ഞു. തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, വിനയ, ഈ താരങ്ങളൊക്കെ അവർ 2 കോടി 1 കോടിയൊക്കെ മേടിക്കുന്നവരല്ലേ, അവരോട് എതിർത്തിട്ട് നിനക്കും പ്രശ്നമല്ലേ, നാളെ ഇവരുടെയൊക്കെ ഡേറ്റ് വേണ്ടേ? എന്നോട് പറഞ്ഞ വാക്കാണ്. ഞാൻ പറഞ്ഞു, ചില ചേട്ടാ, അതല്ല, ഞാനൊരു സംഘടനയുടെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് പറയുകയാണ്, തെറ്റാണ്. എഗ്രിമെന്റ് ഉണ്ട്, മുദ്രപത്രത്തിൽ ഒപ്പിട്ടിട്ടുണ്ട്. പ്രശ്നമായി. ഞാൻ പൊള്ളാച്ചിയിൽ നിന്ന് ഇവിടെ വന്ന് എറണാകുളത്ത് വന്ന് മൈക്ട ഫെഡറേഷന്റെ ജനറൽ ബോഡി വിളിച്ചു. 1200 പേരോളം ഉള്ള ഒരു ജനറൽ ബോഡിയിൽ വെച്ചിട്ടാണ് ഈ പറയുന്ന തീരുമാനമെടുത്ത്. എന്താണ് തീരുമാനം? 3 മാസത്തിനുള്ളിൽ മിസ്റ്റർ തുളസീദാസുമായിട്ട് സംസാരിച്ച് ദിലീപിൽ
കാര്യം സെറ്റിൽ ചെയ്യണം. അതിനകത്തൊരു ന്യായമുണ്ട്. തുളസിയുമായിട്ട് സംസാരിച്ച് സെറ്റിൽ ചെയ്യുക. എന്താണെന്ന് നിങ്ങൾ തീരുമാനിക്കുക. അല്ലെങ്കിൽ അസോസിയേഷൻ നടപടിയിലോട്ട് പോകേണ്ടി വരും. അന്ന് രാത്രിയിൽ നമ്മൾ ഈ പറയുന്ന അതിബുദ്ധിമാനെന്ന് ഞാനിപ്പോ പറയുന്ന മാനിപ്പുലേറ്റർ എന്ന് ഞാൻ പറയാൻ കാര്യം മറ്റൊന്നുമല്ല. അയാളോടൊരു ദേഷ്യം എനിക്കില്ല. ഇപ്പോൾ ഉള്ള കേസിൽ അയാള് കുറ്റക്കാരനാണെന്നൊന്നുമല്ല, പക്ഷേ ആരോപണ വിധേയനാണ്. വിരൽ ചൂണ്ടുന്ന എല്ലാം അദ്ദേഹത്തിന്റെ നേർക്കാണ്. നമ്മുടെ നാട്ടിൽ വേറെ ഒത്തിരി താരങ്ങളുണ്ടല്ലോ, ഞങ്ങളുമൊക്കെ സിനിമാക്കാരാണല്ലോ, ഒത്തിരി വലിയ താരങ്ങളുണ്ടല്ലോ. പക്ഷെ വിരൽ ചൂണ്ടൽ മുഴുവൻ ചെന്നിരിക്കുന്നത് ദിലീപിന്റെ നേരെയാണ്. അതുകൊണ്ടാണ് ദിലീപിനെ മാറ്റി നിർത്തപ്പെടണം എന്ന് നമ്മൾ പറയാൻ കാര്യം. പക്ഷെ അന്ന് മൈക്ട ഫെഡറേഷന്റെ യോഗത്തിന്റെ അന്ന് രാത്രിയില് ഹോട്ടൽ വൈറ്റ് ഫോർട്ടില് ഈ പറയുന്ന ബുദ്ധിമാന്റെ അല്ലെങ്കിൽ ചെറുപ്പക്കാരന്റെ കഴിവുകൊണ്ട് തന്നെ അദ്ദേഹം മലയാള സിനിമയിലെ സൂപ്പർ താരങ്ങളെയും അവരുടെ കൂടെ നിൽക്കുന്ന സംവിധായകരെയും വിളിച്ചിട്ട് ഒരു പുതിയ സ്റ്റോറി ഉണ്ടാക്കുന്നു. 3-ാം ദിവസം രാത്രിയില് കോഴിക്കോട്ട് നിന്ന് സംവിധായകൻ രഞ്ജിത്ത് ഉയർത്തെഴുന്നേൽക്കുന്നു. മൈക്ട ഫെഡറേഷന്റെ ഏകാധിപത്യപരമായ നിലപാടിൽ പ്രതിഷേധിച്ച് രാജിവെക്കുന്നു. കൂട്ടമായ രാജിയാണ്. ഞാനത് പറയാൻ കാര്യം ഇന്നലെയല്ല കഴിഞ്ഞ ആഴ്ച ദിലീപിന്റെ ഒത്തിരി പടം ചെയ്തിട്ടുള്ള മൈക്ട ഫെഡറേഷനിലെ ഡയറക്ടേഴ്സിന്റെ ജനറൽ സെക്രട്ടറിയായ ജോസ് തോമസ്, ഞാൻ പേരെടുത്ത് പറയാണല്ലോ, നമ്മൾ അല്ലാതെ ആരുടെ ആരോപണം ഉന്നയിക്കാൻ ഞാൻ തയ്യാറല്ല, സത്യസന്ധമായ കാര്യങ്ങൾ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് പറയുകയാണ്. അദ്ദേഹം എന്നോടൊന്ന് കണ്ടിട്ട് ഒരു കാര്യം പറഞ്ഞു. ജോസ് തോമസ്, വിനയ, ഞാനൊരു സത്യം പറയാം, ഇത്ര ആയ സ്ഥിതിക്ക് ഞാൻ ഒത്തിരി മനപ്രയാസത്തോടെ പറയുകയാണ്. ഈ മൈക്ട ഫെഡറേഷൻ പൊളിച്ചത് കൂട്ടായ ഒരു അജണ്ടയായിരുന്നു. ഇതിനകത്ത് ദിലീപ് എന്ന് പറയുന്ന ഒരാളിന് വേണ്ടി മാത്രമല്ല, നിങ്ങൾ ആ എഗ്രിമെന്റ് ഇടണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇവിടുത്തെ സൂപ്പർ താരങ്ങൾക്കൊക്കെ കൈവിലങ്ങ് വരുമായിരുന്നു, അവർക്കൊക്കെ കൂച്ചുവിലങ്ങ് വരുമായിരുന്നു. അന്നത്തെ കാലത്ത് നിങ്ങൾക്കറിയാം, മലയാള സിനിമ മുഴുവൻ ഇന്നത്തെ അവസ്ഥയല്ല. ഇന്ന് ഒത്തിരി ചെറുപ്പക്കാർ വന്നു. അന്ന് ഞങ്ങൾ എന്ത് പറഞ്ഞോ ആ അവസ്ഥ ഇന്ന് വന്നിരിക്കുന്നു. ധാരാളം നായകന്മാർ, ധാരാളം സംവിധായകരൊക്കെ വന്നിരിക്കുന്നു. അന്നതല്ല, ഒരാളും കടന്നു വരാൻ അനുവദിക്കില്ല, ഒരാളുടെ പടം റിലീസ് ചെയ്യാൻ അനുവദിക്കില്ല. ജയസൂര്യ എന്ന് പറയുന്ന നടനെ ഞാൻ കൊണ്ടിരുന്ന സമയത്ത് അയാളുടെ ഒരു മുഖചിത്രം ഏറ്റവും വലിയൊരു മാഗസിനാണ് മലയാള സിനിമയിലെ, ഞാൻ സിനിമ മാഗസിൻ, അവിടെ വിളിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒത്തിരി നാളായി മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ഒക്കെ മാത്രം മുഖം കാണുന്നുണ്ട്, ഈ പയ്യന്റെ ഒരു മുഖം വന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഒരു മുഖചിത്രം അടിക്കാൻ പാടില്ലേ. ആ ഫോട്ടോഗ്രാഫർ ആവേശത്തോട് വന്ന് എടുത്തു ജയസൂര്യയുടെ ചിത്രം. പക്ഷേ 3-ാം ദിവസം എന്നെ വിളിച്ചു പറയുകയാണ്, പിറ്റേ ദിവസമാണ് ഇതിന്റെ പ്രിന്റിംഗ് തുടങ്ങുന്നത്. എന്നോട് ഈ പറയുന്ന ഫോട്ടോഗ്രാഫർ വിളിച്ചു പറയുന്നു, പിന്നെ സോറി, അത് ഞങ്ങൾ ആ ഫോട്ടോ അടിച്ചാൽ പിന്നെ അത്തരം പുതുമുഖങ്ങളുടെ ഫോട്ടോ അടിച്ചാൽ മതി, ഞങ്ങളുടെ ഒന്ന് സെറ്റിലോട്ട് വരല്ലെന്ന് ഈ സൂപ്പർ താരങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ മാനേജ്മെന്റിന് അവരില്ലാതെ പറ്റില്ല. അങ്ങനെ ജയസൂര്യയുടെ ചിത്രം മാറ്റിവെച്ചു, ഇന്ദ്രിയത്തിന്റെ ചിത്രം ഒന്ന് മാറ്റിവെച്ചു. മണിക്കുട്ടന്റെ ഞാൻ കൊണ്ടുവന്ന പുതുമുഖങ്ങളെ ആരെയും പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഈ പറയുന്ന വമ്പന്മാർ സമ്മതിച്ചില്ല. അത്തരം ഇഷ്യൂസ് എന്ന് വെല്ലമായിട്ട് നടക്കുന്ന സമയമാണ്. അവിടെ ഈ പറയുന്ന ജോസ് തോമസ് എന്നോട് പറയുന്നു, ഞാൻ രാവിലെ കോട്ടയത്തുനിന്ന് എറണാകുളത്തേക്ക് വരുമ്പോൾ എനിക്കൊരു ഫോൺ വരുന്നു, ദിലീപിന്റെയാണ്. ദിലീപിനെ വെച്ച് മായാമോഹിനി, ഉദയപുരം സുൽത്താനത്തിൽ പണം ചെയ്തിട്ടുള്ള ആളാണല്ലോ ജോസ് തോമസ്. ജോസ് ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്. ജോസ് ഫോൺ എടുത്തപ്പോ ദിലീപ് പറഞ്ഞു, ചേട്ടാ ചേട്ടന്റെ പേര് ഞാൻ കൊടുത്തിട്ടുണ്ട്, സ്ക്രോളിംഗിൽ വന്നുകൊണ്ടിരിക്കുകയാണ്, ജോസ് തോമസ് രാജിവെച്ചു മൈക്ട ഫെഡറേഷനിൽ നിന്ന്. അയാൾ പറഞ്ഞു, ഞാൻ രാജിവെച്ചിട്ടില്ലല്ലോ. കൊടുത്തു ചേട്ടനത് ആരെങ്കിലും ചോദിച്ചാൽ അങ്ങനെ പറഞ്ഞേക്കണം. എങ്ങനെയുണ്ട്? ഞാൻ ഈ മാനിപ്പുലേഷൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം മനസ്സിലായോ? അപ്പൊ അയാൾ പറയാണ്, പിന്നെ അങ്ങനെ ഇതിന്റെ കംപ്ലീറ്റ് സൂത്രധാരൻ അന്ന് പയ്യനായിരുന്ന ഈ ചെറുപ്പക്കാരനായിരുന്നു. അപ്പോ എത്രമാത്രം അങ്ങനെയാണ് മൈക്ട ഫെഡറേഷൻ തകർക്കുന്നത്. വലിയ സംവിധായകരെയും വലിയ നടന്മാരെയും ഒക്കെ അപ്പുറം പിടിച്ചുകൊണ്ട് മൈക്ട ഫെഡറേഷൻ തകർത്ത് ഇവര് ഈ പറയുന്ന താരങ്ങളുടെ അന്നത്തെ അവസ്ഥ നമുക്കറിയാമല്ലോ. മമ്മൂട്ടിയോ മോഹൻലാലോ ഒക്കെ അന്ന് വാഴുന്ന സമയമാണ്. ഒരു ചിത്രത്തിന്റെ അഡ്വാൻസ് കൊണ്ട് ഒരാൾ 10 ലക്ഷം രൂപയും കൊണ്ട് ചെന്നാൽ ആ 10 ലക്ഷം രൂപ കൊടുത്തൊരു അഡ്വാൻസ് വാങ്ങിയിട്ട് അടുത്ത ഒരു ഡേറ്റ് കൊടുക്കുന്നു. ആ ഡേറ്റില് വേറൊരു ദുബായിക്കാരൻ വന്നിട്ട് 25 ലക്ഷം രൂപ കൊടുക്കുകയാണെങ്കിൽ അയാൾ 10 ലക്ഷം രൂപ കൊടുത്ത ഡേറ്റ് മാറ്റും. അയാളോട് പറയാ, കഥ ശരിയായില്ല, ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് മാറ്റും. 25 ലക്ഷം രൂപക്കാരന് കമ്മിറ്റ് ചെയ്യും. 3-ാം പൊക്കം വേറൊരു അമേരിക്കക്കാരൻ 50 ലക്ഷം രൂപ ഒരുമിച്ച് കൊണ്ടുവരികയാണെങ്കിൽ എന്റെ വിലക്കൊക്കെ നിർത്തിയിരിക്കുക. ഞാൻ ഇനി ഇതൊക്കെ പറഞ്ഞ് വീണ്ടും വിലക്കൊന്നറിയില്ല, ഞാൻ സത്യം പറയുക. അപ്പം വീണ്ടും ഒരു 50 ലക്ഷം രൂപ കൊണ്ടുവരികയാണെങ്കിൽ ആ ദുബായിക്കാരനെയും നമ്മുടെ കേരളത്തുകാരനെയും മാറ്റി അവന് കൊടുക്കും ഡേറ്റ്. ഇത്തരം നടപടികൾ ഇവിടെ നടക്കുന്ന സമയത്താണ് ഞങ്ങൾ പറഞ്ഞത്, അസോസിയേഷൻ പറഞ്ഞത്, എഗ്രിമെന്റ് വേണം. എഗ്രിമെന്റിൽ ഒപ്പിട്ടാൽ ആ പടത്തിൽ അഭിനയിക്കാതെ വേറൊന്നിൽ അഭിനയിക്കാൻ പറ്റില്ല. അത് തമിഴ്നാട്ടിലൊക്കെ നടക്കുന്നതാണ്, ഹിന്ദിയിൽ നടക്കുന്നതാണ്. അതിലും വലിയ സിനിമാ മേഖലയാണോ മലയാളത്തില്?
അപ്പൊ ഇങ്ങനെ ഇവനെ വിട്ടാൽ, വിനയനെ വിട്ടാൽ, ഇവൻ അസോസിയേറ്റ് മാക്ട ഉണ്ടാക്കി, ഇനി ഇവൻ ഇത് കൊണ്ട് ഞങ്ങൾക്ക് തീട്ടൂരം ഉണ്ടാക്കും. അങ്ങനെയുള്ളവനൂടെ വേണ്ട. അന്ന് ദിലീപ് പറഞ്ഞ, എന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞ ബാക്കി ഞാൻ ആലോചിക്കുന്നു. തുളസിയുടെ പടത്തിൽ അഭിനയിച്ചേ അടങ്ങത്തുള്ളെന്ന് വാശി വിനയം പിടിച്ചാൽ വിനയൻ ഉണ്ടാകുമോ, ദിലീപ് ഉണ്ടാകുമോ മലയാള സിനിമയിലെന്ന് ഞാൻ തീരുമാനിക്കുമെന്ന്. സത്യമാണ്, അദ്ദേഹം തീരുമാനിച്ചു. 10 വർഷം ഞാൻ വെളിയിൽ നിന്ന് ഫൈറ്റ് ചെയ്തു, ഒത്തിരി യാതന അനുഭവിച്ചു. 1 വർഷം 3 പടം ചെയ്യുന്ന ഞാൻ സിനിമയില്ലാതെ കയ്യിൽ കിട്ടിയ പിള്ളേരെ വെച്ചിട്ട്, കയ്യിൽ കിട്ടിയ ടെക്നീഷ്യന്മാരെ വെച്ച് സിനിമ ചെയ്തു. നിങ്ങൾക്കറിയാം, എന്റെ പഴയകാല സിനിമകളുടെ ഒന്നും ക്വാളിറ്റിയിൽ വന്നിട്ടില്ല, യക്ഷി ഞാനോ ഡ്രാക്കുളയൊന്നും. പക്ഷെ ഞാൻ ഫൈറ്റ് ചെയ്തു, സിനിമ ചെയ്യാം. ഇവരെന്റെ സിനിമ സെൻസർ ചെയ്യാതിരിക്കാൻ സെൻസർ ബോർഡിന് മുന്നിൽ കൂട്ടധാരണ നടത്തി. ഞാൻ ഹൈക്കോടതി പോയി. മലയാളത്തിൽ, കേരളത്തിൽ ഏത് ചെറുപ്പക്കാരനും, സിനിമ മനസ്സിൽ തോന്നുന്ന ഏത് ചെറുപ്പക്കാരനും, ഏത് വ്യക്തിക്കും സിനിമ എടുക്കാം. സിനിമ സെൻസർ ചെയ്യാനായിട്ട് ഒരു സംഘടനയുടെയും സർട്ടിഫിക്കറ്റോ അംഗത്വം വേണ്ട എന്നുള്ള ഹൈക്കോടതി വിധി സമ്പാദിച്ചു. അതുകൊണ്ട് ഇന്നത്തെ ചെറുപ്പക്കാർക്ക് ഒത്തിരി ഗുണമുണ്ട്, ആർക്കും സെൻസർ ചെയ്യാൻ കൊണ്ടുപോവാം. അപ്പോ 10 വർഷത്തോളം നിന്ന് സ്ട്രഗിൾ ചെയ്തു, പലർക്കും പറ്റിയില്ല. എന്റെ പ്രിയ സുഹൃത്ത് തുളസി ഇവിടെ ഇരിപ്പുണ്ടല്ലോ, തുളസിക്ക് 3 വർഷമേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അത് ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല. 3-ാം വർഷം തുളസി ഫെസ്റ്റിൽ പോയി മെമ്പർഷിപ്പ് എടുത്ത് സിനിമ ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഒത്തിരി സുഹൃത്തുക്കൾ. അത് നമ്മളീ പറയുന്നതൊക്കെ ഓരോരുത്തരും ജീവിത സാഹചര്യവും പ്രശ്നങ്ങളും ആയിരിക്കാം. ഇത്തരം കാര്യങ്ങളൊന്നും നടക്കുമ്പോ ഇപ്പൊ കേൾക്കുന്നു, നമ്മൾ കേൾക്കുന്നത് എന്താണ്? ഈ പറയുന്ന ഇപ്പൊ ഈ ഏറ്റവും വലിയ ക്രിമിനലായ പൾസർ സുനി എന്ന് പറയുന്ന ഡ്രൈവർ, അയാള് ഈ 2010 നമ്മുടെ സംഘടന പൊളിച്ചിട്ട്, മാക്ട ഫെഡറേഷൻ പൊളിച്ചിട്ട് 2008 ഫെഫ്ക ഉണ്ടാക്കുന്നു. മാക്ട ഫെഡറേഷൻ ഉണ്ടായിരുന്ന സമയത്ത് സുഹൃത്തുക്കളെ, അന്ന് ആദ്യമായിട്ട് 24 മണിക്കൂർ വണ്ടി ഓടിക്കുന്ന ഒരു ഡ്രൈവർക്ക് 150 രൂപയായിരുന്നു ശമ്പളം. 2008 അധികം ഒത്തിരി പഴയൊന്നുമല്ല, 9 വർഷം മുമ്പ്. അന്ന് അത് 300 ആക്കണമെന്നും പറഞ്ഞ് ഞങ്ങൾ സമരം ചെയ്തു. ഞാനാണ് അതിന്റെ മുന്നിൽ നിന്നത്. 4 ദിവസം ഇൻഡസ്ട്രി നിർത്തി ഞങ്ങൾ ആ കാശ് മേടിച്ചു. അതൊന്നും ഇന്നും ഞാൻ പറയുന്നു, അത് അധ്വാനിക്കുന്ന തൊഴിലാളിക്ക് വേണ്ടി ചെയ്തതാണ്. പക്ഷെ അന്ന് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഒരു സംവിധായകൻ മാക്ട ഫെഡറേഷന്റെ ഓഫീസിൽ വന്നപ്പോ ഡ്രൈവേഴ്സ് യൂണിയന്റെ മീറ്റിംഗ് നടക്കുന്നു, കസേരയെല്ലാം ആൾക്കാരിരിക്കുകയാണ്. ഞാൻ പ്രൊഡ്യൂസർ, SMS എന്ന് പറയുന്ന പടത്തിന്റെ പ്രൊഡ്യൂസർ, അതിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, ആണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ട്, ഈ കസേരയെല്ലാം ഫില്ലായതുകൊണ്ട് ഇവര്, സാർ ഒരു നിമിഷം വെളിയിൽ നിൽക്കുവോ, സെക്രട്ടറി വന്നിട്ടില്ല എന്ന് പറഞ്ഞു. പ്രൊഡ്യൂസർക്ക് കസേര ഒഴിഞ്ഞു കൊടുക്കാത്തതിന്റെ പേരിൽ അന്നത്തെ ഡ്രൈവേഴ്സ് യൂണിയന്റെ സെക്രട്ടറി പ്രസാദിനെ ഞങ്ങൾ 3 മാസം സസ്പെൻഡ് ചെയ്ത് വെളി നിർത്തി. അതായിരുന്നു മാക്ട ഫെഡറേഷൻ. ഫെഫ്ക ഉണ്ടാക്കിയിട്ടതല്ല. ലാൽ ജോസ് എന്ന് പറയുന്ന സംവിധായകനെ ഡ്രൈവറുടെ മുഖത്ത് നോക്കി എന്തോ ഇഷ്ടക്കേട് പറഞ്ഞതിന്റെ പേര് ഇറക്കി വണ്ടിയിൽ നിന്ന്. അപ്പോ തൊഴിലാളികളുടെ അവകാശം മേടിക്കുന്നതിനോടൊപ്പം തന്നെ തൊഴിലാളിയുടെ കടമയും അവൻ ചെയ്യണം. വൃത്തികേട് കാണിക്കുന്നവനെ പൾസർ സുനിയെ കണക്കുള്ളവന്റെ ചെപ്പക്കുറ്റിക്ക് അടികൊടുത്ത് പുറത്തു നിർത്താനുള്ള തന്റെ കൊല്ലത്തെ അധിക നേതാക്കന്മാർക്കുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ സംഭവിച്ചെന്താ? 2008 തൊഴിലാളി സംഗമം എന്നും പറഞ്ഞ് എറണാകുളത്തെ സരോവര ഹോട്ടലിൽ വലിയൊരു മീറ്റിംഗ്, നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടായിരിക്കും. ഭയങ്കര ലൈവല്ലായിരുന്നോ? അവിടെ ബഹുമാനായ മോഹൻലാലും മമ്മൂട്ടിയും ദിലീപുമാണ് ഇരുന്നത്. അല്ല ഒരു തൊഴിലാളി നേതാവിനെ ഞാൻ കണ്ടില്ല. ഞാൻ മലയാള സിനിമയിലോട്ട് ഞാൻ സെക്രട്ടറി ആയിരുന്നപ്പോ ഒരു ചെറുപ്പക്കാരൻ, അത്യാവശ്യം സംസാരിക്കുന്ന, അത്യാവശ്യം വിവരമുണ്ടെന്ന് എനിക്ക് തോന്നിയ ഒരാളെ ഞാൻ പ്രൊമോട്ട് ചെയ്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ആക്കി മാക്ട ഫെഡറേഷന്റെ. ഞാൻ പറഞ്ഞു, പോലെ ഇവൻ അഹങ്കാരിയാന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ, അല്ല, അയാൾ ഒരു ലെക്ചറായിരുന്നു, അയാൾ കുറച്ച് വിവരമുണ്ട്, അയാൾ വായിക്കും, സംസാരിക്കും, നമുക്ക് അങ്ങനെ ആരെയും വ്യക്തിപരമായിട്ട് പറഞ്ഞ് മാറ്റി നിർത്തണ്ടെന്ന് ജോൺ ബോളിന്റെ അടുത്തും കലൂർ ഡെന്നീസിന്റെ അടുത്തും ഹരിഹരൻ സാറിന്റെ അടുത്തും ഒക്കെ പറഞ്ഞൊരാളെ അസിസ്റ്റന്റ് സെക്രട്ടറി ആക്കി. അതാണ് ബി ഉണ്ണികൃഷ്ണൻ. അയാൾ ആ സമയം ശരിക്കും ഉപയോഗിച്ചു. അയാള് നമ്മളെയൊക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന മമ്മൂട്ടിയും മോഹൻലാലിനെയും വേദിയിരുത്തിയിട്ട് താഴെ ഇരിപ്പുണ്ടായിരുന്നു ഫെഫ്കയുടെ ഉദ്ഘാടനത്തിന്. അതെ. എന്നിട്ട് അങ്ങനെ ആ ഉദ്ഘാടനത്തിൽ നമ്മുടെ ബഹുമാനായ മമ്മൂട്ടി മോഹൻലാൽ പറഞ്ഞെന്താ? ആരെയും വിലക്കാത്ത, ആരെയും ദ്രോഹിക്കാത്ത, ഒരു വൈരവും ഇല്ലാത്ത, എല്ലാരെയും ചേർത്ത് പിടിക്കുന്ന ഒരു സംഘടനയാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. എന്നിട്ട് എന്താ ഉണ്ടായേ? പിറ്റേ ദിവസം ഒരു ചെയ്തു, തിലകൻ എന്ന് പറയുന്ന മഹാനടനെ വിലക്കി. ഞാന് അക്കാഡിയ ഹോട്ടലിൽ ചെല്ലുമ്പോ ഒരു മീറ്റിംഗിന്റെ കാര്യത്തിൽ ഞാനുമുണ്ട്, ബഹുമാനായ കാനം രാജേന്ദ്രനുണ്ട്. അക്കാഡിയ ഹോട്ടലിൽ അദ്ദേഹം ഉണ്ടെന്ന് പറഞ്ഞ് ഞാനും ചെന്നു. ഞാൻ എന്റെ ഒരു പടത്തിന്റെ ഡിസ്കഷൻ ഉണ്ട്. അവിടെ ചെല്ലുമ്പോൾ തിലകൻ ചേട്ടന്റെ റൂം ഉണ്ടെന്ന് പറഞ്ഞ് അവിടെ ചെല്ലുകയാണ്.
അപ്പൊ അദ്ദേഹം പിറ്റേ ദിവസം അഭിനയിക്കേണ്ട ഡാം 99999 എന്നുള്ള ചിത്രത്തിന്റെ ഇംഗ്ലീഷ് ഡയലോഗ് പഠിക്കുകയാണ്. ഞങ്ങളടുത്ത് പറഞ്ഞു, ഞാനൊരു ഹോളിവുഡ് ചിത്രത്തിൽ അഭിനയിക്കാൻ പോവുകയാണ്. അദ്ദേഹമൊക്കെ അഭിനയിച്ച് ഞങ്ങളെ കാണിക്കുകയാണ്. അപ്പോ സോഹൻ റോയ് എടുത്ത വലിയ ബ്രഹ്മാണ്ഡ ചിത്രം, ഇദ്ദേഹത്തിന് ഒരു ഓസ്കാർ അവാർഡ് കിട്ടുമെന്നാണ് സോഹൻ റോയ് പ്രതീക്ഷിച്ചത്. പിറ്റേ ദിവസം രാവിലെ സോഹൻ റോയ് തിലകൻചേട്ടന്റെ മുറി വന്നു. എനിക്കൊരു കോൾ വന്നു, വിനയൻ എന്ന് വരണം എന്റെ മുറിയിലോട്ടെന്ന്. ഞാൻ എന്റെ മുറിയിൽ തിലകൻചേട്ടന്റെ മുറിയിൽ ചെല്ലുമ്പം അവിടെ ആകെ കലുഷിതമായ അന്തരീക്ഷം. സോഹൻ പറയുന്നു, ഞാൻ എന്റെ ഹൃദയം പൊട്ടിക്കൊണ്ട് പറയുകയാണ്, തിലകൻചേട്ടൻ ഈ വേഷം ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം. പക്ഷെ തിലകൻചേട്ടൻ അഭിനയിച്ചാൽ ഈ ടെക്നീഷ്യന്മാരൊന്നും വരത്തില്ല എന്ന് പറയുന്നു. പി ഉണ്ണികൃഷ്ണൻ പറയുന്നു, അഭിനയിക്കാൻ പാടില്ല, തിലകൻചേട്ടൻ ഈ റൂമിൽ നിന്ന് പോകണം, നിങ്ങളെ ഒഴിവാക്കിയിരിക്കുന്ന കത്തുമായിട്ടാണ് വന്നിരിക്കുന്നത്, റൂം വെക്കേറ്റ് ചെയ്യണം. തിലകൻചേട്ടന്റെ സ്വഭാവം അറിയാലോ, ഗർജിച്ചു സിംഹത്തെ പോലെ. എഗ്രിമെന്റ് ഉണ്ട്, എനിക്ക് പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞു. സോഹൻ റോയ് നിന്ന് കരയുകയാണ്. പി ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഫെഫ്ക ജനറൽ സെക്രട്ടറി പറയുന്നു, ഒരൊറ്റ വന്നിരിക്കുന്ന ടെക്നീഷ്യന്മാരൊക്കെ തിരിച്ചു പോകും. അങ്ങനെ ബഹുമാനായ തിലകനെ ഒഴിവാക്കി. ഞാൻ പറഞ്ഞു വരുന്നത്, ആ ബി ഉണ്ണികൃഷ്ണനാണ് സോഹൻ റോയിയുടെ ഇവിടുത്തെ തിയേറ്റർ സമുച്ചയത്തിന്റെ MD പാർട്ണറോ ഒക്കെ, എന്താ അതിന്റെ പേര്, ഏരിയസിന്റെ. സോഹൻ റോയ് ഇന്ന് എന്നെ വിളിക്കുന്ന ആളാണ്. ഗതികേട് കൊണ്ടാണ് വിനയ, അയാൾ ഇന്ന് മലയാള സിനിമയിലെ എല്ലാ സംഘടനയും കൈയാളുന്നതാണ്. എനിക്ക് സ്റ്റുഡിയോ ഉണ്ട്, മോഹൻലാലിന്റെ വിസ്മയ സ്റ്റുഡിയോ മുഴുവൻ ഞാൻ മേടിച്ചു. അതിനകത്തൊക്കെ വർക്ക് കിട്ടണമെങ്കിൽ ഇതുപോലൊരു ജനറൽ സെക്രട്ടറി വേണം. എങ്ങനെയുണ്ട്? സംഘടനയെ വിറ്റിട്ട് സ്ഥാനം മോഹിച്ച് കൈയാളിയാണ് സോഹൻ റോയ്. അന്ന് നിർത്തങ്കിൽ ഇന്ന് സോഹൻ റോയുടെ MD മാനേജിംഗ് ഡയറക്ടർ അദ്ദേഹമാണ്. ഇതാണ് നമ്മൾ സിനിമയിലെ തൊഴിലാളി പ്രസ്ഥാനങ്ങളും സംഘടനകളും എന്ന് ഞാൻ പറയുകയാണ്. ഞാൻ ഫെഫ്ക എന്ന് പറയുന്ന സംഘടനയുടെ ഒരു ബേസിക് അവസ്ഥ ഞാൻ പറഞ്ഞതാണ്. അദ്ദേഹത്തെ നിരോധിച്ചു, CPI ഇടപെട്ടു, താൻ ഇടപെട്ടു. അവസാനം പറഞ്ഞ് എഗ്രിമെന്റ് പ്രകാരമുള്ള 7 ലക്ഷം രൂപ മേടിച്ചു കൊടുത്തു. അതേ നമുക്കൊന്ന് ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു. തിലകൻചേട്ടൻ ഒഴിവായി. തിലകൻചേട്ടനെ സിനിമകളിൽ നിന്നൊക്കെ ക്രിസ്ത്യൻ പ്രദേശത്ത് ഉള്ള നിങ്ങൾക്കറിയാം, നിരവധി സിനിമകളിൽ നിന്ന് ഒഴിവാക്കി. അദ്ദേഹം പറഞ്ഞു, ഞാൻ സിനിമ വിടുകയാണ്, സീരിയലിൽ അഭിനയിക്കാൻ പോയി. ഇന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്, എന്റെ വീട്ടിൽ ഉച്ചയ്ക്ക് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇനിയുണ്ടോ, ഞാൻ അങ്ങോട്ട് വരിക എന്ന് പറഞ്ഞു. വന്നു. ഉച്ചയായതുകൊണ്ട് ഞങ്ങൾ ഊണ് കഴിക്കാനിരുന്നു. അപ്പൊ എന്തൊക്കെ പറഞ്ഞു, ഞാൻ ഇവിടെ വരാമെന്ന് പറഞ്ഞത് ഞാൻ സീരിയലിൽ അഭിനയിക്കാൻ തീരുമാനിച്ചു. ഒരു പ്രൊഡ്യൂസർ ഇന്ന് അഡ്വാൻസും കൊണ്ടുവരുന്നുണ്ട്. ആ പ്രൊഡ്യൂസർ ഇവിടെ വരാനാണ് ഞാൻ പറഞ്ഞത്. ഊണ് കഴിച്ചപ്പോ പ്രൊഡ്യൂസർ കഴിച്ചു കഴിഞ്ഞു. പ്രൊഡ്യൂസർ എത്തി. പ്രൊഡ്യൂസറെ വിളിച്ചു അകത്തോട്ട്. അയാൾ ഇരിക്കുന്നില്ല, അയാൾ തൊഴുകയോടെ എന്ന് വിറയ്ക്കുകയാണ്. അയാൾ കരഞ്ഞോട്ട് പറഞ്ഞു, തിലകേട്ട ക്ഷമിക്കണം, അങ്ങയെ സീരിയലിൽ അഭിനയിപ്പിച്ചാൽ സീരിയലിലെ ഒരു നടീനടന്മാരും അഭിനയിക്കില്ല എന്ന് പറയുന്നു. ആര് പറഞ്ഞു? ആത്മയുടെ പ്രസിഡന്റാണ് ഗണേഷ് കുമാർ, അദ്ദേഹമാണ് പറയുന്നത്. ആത്മസംഘടനയാണ് സീരിയലിൽ. സുഹൃത്തുക്കളെ, ഗർജിക്കുന്ന സിംഹം എന്നാണ് നമ്മൾ അയാളെ വിളിക്കാറുള്ളത് തിലകൻചേട്ടനെ, അന്തരിച്ച ബഹുമാന്യ തിലകൻചേട്ടനെ. അദ്ദേഹത്തിന്റെ കണ്ണ് നിറയുന്നത് ഞാൻ കണ്ടതാണ്. എന്റെ യുവമാരൊരു സീരിയലിൽ അഭിനയിക്കാൻ പോലും സമ്മതിക്കത്തില്ല വിനയ. അദ്ദേഹം ആ വന്ന പ്രൊഡ്യൂസർ എന്തൊക്കെ പറഞ്ഞു, താൻ പോടോ എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിപ്പോയി. തിലകൻചേട്ടനോട് വെച്ച് പറഞ്ഞു, എനിക്ക് നാടകം കളിക്കണം, ഞാൻ ആ നാടക സ്റ്റേജിൽ അഭിനയിച്ചുകൊണ്ട് എനിക്ക് മരിച്ചു വീഴണം. ഞാൻ പറഞ്ഞു, ചേട്ടന് പറ്റില്ല, ചേട്ടൻ ഹാർട്ട് ഓപ്പറേഷൻ ചെയ്താണ്, ഒത്തിരി അസുഖങ്ങളുണ്ട്, 3 മണിക്കൂർ സ്റ്റേജിൽ നിന്ന് അഭിനയിക്കുന്നത് പാടില്ല, പറ്റില്ല. സിനിമയിലതല്ല, 1-2 മിനിറ്റ് അല്ലെ 10 മിനിറ്റ് ഒരു ഷോട്ട് എടുത്തിട്ട് വിശ്രമിക്കാൻ സമയം കിട്ടും. സമ്മതിച്ചില്ല. അമ്പലപ്പുഴയിലുള്ള CPI നേതാവായ ഒരു രാധാകൃഷ്ണൻ ചേട്ടനോട് ഞങ്ങളുടെ അദ്ദേഹത്തെ പോയി ഇദ്ദേഹം കണ്ടു. അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞ് വരികയാണ് എന്റെ വീട്ടിൽ. നാടക ട്രൂപ്പ് എല്ലാം ഓൺ ചെയ്തു. ഒരു പേര് എനിക്ക് പറയാൻ പറ്റുമോ? തിലകൻചേട്ടൻ 2-3 പേര് പറഞ്ഞു. ഒടുവിൽ ഞാനൊരു പേര് പറഞ്ഞു, അക്ഷരജ്വാല. തിലകൻചേട്ടന്റെ മനസ്സിലെ ഫയറായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ സുഹൃത്തുക്കളെ, ആ ഒരു നാടകം കളിയാണ് തിലകൻ എന്ന് പറയുന്ന ആള്, മഹാനടൻ, ഇത്രയും മുമ്പേ മരണപ്പെട്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് അന്ന് ഞാൻ വിളിച്ചു പറഞ്ഞത്, തിലകന്റെ മരണത്തിന് ഉത്തരവാദി അമ്മയും ഫെഫ്കയുമാണെന്ന് ഞാൻ പറയാൻ കാര്യം, ഈ നാടകം കളി കൊണ്ട് അദ്ദേഹത്തിന്റെ ആരോഗ്യം പോയി. തിരിച്ച് വിലക്ക് നീക്കി 2 പടത്തിൽ അഭിനയിച്ചപ്പോ പുള്ളി വീണുപോയി, അദ്ദേഹം മരിച്ചു. അന്ന് ഈ ഇഷ്യൂ ഒക്കെ ഉണ്ടാകുമ്പോ ഇവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വന്നിട്ട് പ്രസംഗിക്കുമ്പോ സുഹൃത്തുക്കളെ, ഇടതുപക്ഷ കക്ഷികൾ പലതുപോലും ഫെഫ്കയുടെ കൂടെ ആയിരുന്നു. കാരണം അപ്പുറത്ത് മഹാരഥന്മാരായ നടന്മാരുണ്ട്, മെഗാ സ്റ്റാർ ഉണ്ട്, സൂപ്പർ സ്റ്റാർ ഉണ്ട്. ഇപ്പുറത്താരാണ്? കാനൻ രാജേന്ദ്രനായിരുന്നു പ്രസിഡന്റ്, ഞാൻ സെക്രട്ടറി. ഇല്ലായിരുന്നു ആരും കൂടെ. ആകെ കൂടി ഒരു സാംസ്കാരിക നായകൻ സംസാരിച്ച ഒരേ ഒരാള് സുകുമാർ അഴീക്കോടായിരുന്നു, അന്തരിച്ച മഹാനായ സുകുമാർ അഴീക്കോട്. നിങ്ങൾക്കറിയാം,
അത് വലിയ കേസൊക്കെ ആയി. മോഹൻലാൽ അദ്ദേഹത്തിന് കേസ് വരെ കൊടുക്കുന്ന അവസ്ഥയുണ്ടായി. ഭ്രാന്തൻ എന്ന് വിളിച്ചു. ഇന്നസെന്റുമായിട്ട് വലിയ പോട്ടിയുണ്ടായി. ആ ചരിത്രമൊന്നും നമ്മൾ മറന്നു പോകരുത്. ഞങ്ങൾ കഴിഞ്ഞ 8-9 വർഷമായിട്ട് നടത്തിയ ഫൈറ്റ് ഇതൊക്കെ കഴിഞ്ഞു. തിലകൻ ചേട്ടന്റെ മരണത്തിന് ഇന്നസെന്റ് ചേട്ടൻ പോയി കണ്ടു. അദ്ദേഹം കിടക്കയിൽ കിടക്കുമ്പോ പ്രശ്നമൊക്കെ തീർന്നെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞു ഇന്നസെന്റ് ചേട്ടനെ വിളിച്ചു, ചേട്ടാ എല്ലാം ഒന്ന് മഞ്ഞുരുകട്ടെ. ചേട്ടൻ അറിയോ, ഇപ്പോഴും ഒരു സിനിമ ചെയ്യാൻ രഹസ്യമായിട്ട് എന്നെ വിലക്കുന്ന ഈ പി ഉണ്ണികൃഷ്ണനെയും ഇടവേള ബാബു എന്ന് പറയുന്ന നിങ്ങളുടെ സെക്രട്ടറിയൊക്കെ നിങ്ങൾക്ക് വിളിച്ചു പറയുകയാണ് നേരിട്ട്. ഇതൊന്നും മാറ്റാൻ നിങ്ങൾക്ക് പറ്റില്ലേ? എന്താണ് ഞാൻ ചെയ്ത തെറ്റ്? മലയാള സിനിമയിൽ ഒട്ടേറെ ഈ പറയുന്ന ജയസൂര്യ ആയിക്കോട്ടെ, ഇന്ദ്രിത്ത് ആയിക്കോട്ടെ, അനൂപ് മേനോൻ ആയിക്കോട്ടെ, മണിക്കുട്ടൻ ആയിക്കോട്ടെ, ഒത്തിരി പേരെ കൈപിടിച്ച് സിനിമയിലോട്ട് കൊണ്ടുവന്ന ഒരു ദ്രോഹിയാണല്ലോ ഞാൻ. അതിന്റെയെങ്കിലും മാന്യത വെച്ചുകൊണ്ട് എന്നെ ഒരു സിനിമ ചെയ്യാൻ നിങ്ങൾക്ക് അനുവദിച്ചുകൂടെ? ഞാൻ എന്ത് ചെയ്യുന്ന നീ വിളിച്ചാൽ ഞാൻ വരുമല്ലോ. ഇദ്ദേഹത്തിന് മറുപടിയാണ് ഇപ്പൊ കാണിക്കുന്ന അതേ പൊട്ടൻ കളി. നീ വിളിച്ചാൽ ഞാൻ വരുമല്ലോ എന്ന് പറഞ്ഞു. എന്നിട്ട് സുഹൃത്തുക്കളെ, ഞാനൊരു പടം പ്ലാൻ ചെയ്തപ്പോ ഈ തിലകൻ ചേട്ടന്റെ മകൻ, മൂത്ത മകൻ ഷമ്മി തിലകൻ, ഏതാണ് മാന്നാർമത്തായി സെക്കൻഡ് എന്നുള്ള പടത്തിന്റെ ഷൂട്ടിംഗ് നടക്കുന്നു. അവൻ അഡ്വാൻസ് മേടിച്ചു എന്റെ ഇന്ന്. അവൻ ആ പടത്തിൽ ഇദ്ദേഹമുണ്ട്. ഇദ്ദേഹത്തോട് ചോദിച്ചു, ഞാൻ അങ്ങനെ വിനയന്റെ ഒരു പടത്തിൽ അഭിനയിക്കാൻ പോണു. അഭിനയിച്ച ഒരു കുഴപ്പമില്ല, പക്ഷെ വരുന്ന ഭവിഷ്യത്ത് എന്തെങ്കിലും വന്നാൽ അത് നീ നോക്കിയാൽ മതി. എങ്ങനെയുണ്ട്? അപ്പൊ പുള്ളി വിലക്കിയുമില്ല, ഒന്നും പറഞ്ഞുമില്ല. ഷമ്മി തിലകൻ 50,000 രൂപ എന്റെ അക്കൗണ്ടിലോട്ട് തിരിച്ചടച്ചു. എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. എന്ന് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞ അച്ഛനെ പോലെ ഒരു കുഴപ്പത്തിൽ ചാടാൻ ഞാൻ ഇല്ലെന്നും പറഞ്ഞു. എങ്ങനെയുണ്ട് തന്റെ ഇടമുള്ള തിലകൻ ചേട്ടന്റെ മകൻ? അങ്ങനെയൊക്കെയാണല്ലോ മനുഷ്യര്. അപ്പോ എന്നോട് ഇല്ലെന്ന് പറഞ്ഞിട്ട് അകത്തൂടി വിലക്കുക. ഒന്ന് ആലോചിക്കൂ. അതുകൊണ്ടാണ് ഞാൻ കോമ്പറ്റീഷൻ കമ്മീഷനിൽ പോയത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു ഇത്തരം വിലക്കുകൾക്കെതിരെയും രഹസ്യമായിട്ടുള്ള അജണ്ടകൾക്കെതിരെയും സംഘടനകളെ ഉപയോഗിച്ച് ഒരാളെ ദ്രോഹിക്കാൻ പാടില്ല എന്നുള്ള നിയമം കൈയാളുന്ന ഇന്ത്യൻ കോമ്പറ്റീഷൻ കമ്മീഷനെ പറ്റി ഞാൻ അറിഞ്ഞത് തന്നെ ആ ഇടയ്ക്കാണ്. ഞാൻ പരാതി കൊടുത്തു. അവർ 4 പ്രാവശ്യം സിറ്റിംഗ് നടത്തി. എറണാകുളത്ത് മധു സാറിനെ പോലുള്ള ഈ പറയുന്ന ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ മഹാനായ നടൻ, അമ്മയുടെ ആദ്യത്തെ പ്രസിഡന്റ്, അദ്ദേഹം മൊഴി കൊടുത്തു കോമ്പറ്റീഷൻ കമ്മീഷന്. പിന്നെ എന്റെ ഒരു പടത്തിൽ ഞാനും അഡ്വാൻസ് മേടിച്ചതാണ്. എനിക്ക് പോകാൻ പറ്റാഞ്ഞിട്ട് ചാരുഹാസനെ വിനയനിട്ടു. എന്റെ വീട്ടിൽ ഈ പറയുന്ന ഫാസിലും ഈ പറയുന്ന ഉണ്ണികൃഷ്ണനും മലയാള സിനിമയിലെ ഒരു പറ്റ ആൾക്കാർ വന്നിറങ്ങി. വിനയന്റെ പടം ചെയ്യരുത്, ഞങ്ങളുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. അദ്ദേഹത്തിന്റെ മൊഴി നമുക്ക് അനുകൂലമായി. ജയസൂര്യ എന്ന് പറയുന്ന നടൻ, അവൻ പറഞ്ഞു ഊമപ്പെണ്ണിന്റെ സെക്കൻഡ് പാർട്ട് ചെയ്യാനായിട്ട് ഞാനാണ് സാറിന്റെ വീട്ടിൽ പോയത്. അപ്പൊ സാറാണ് പറഞ്ഞത്, നീ വിളിച്ച് നിങ്ങളുടെ സംഘടനയെ ചോദിക്കൂ, നിന്നെ അവസാനം പണിയില്ലാത്തവനാക്കി ഒരു പേരുദൂഷ്യം വേണ്ടെന്ന് പറഞ്ഞിട്ട് അയാളെ കൊണ്ട് വിളിപ്പിച്ചു. അന്ന് ഇന്നച്ചൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, പിന്നെ പലർക്കും ഇഷ്ടമല്ല, അത് പിന്നെ നിന്റെ ഇഷ്ടം പോലെ ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു കേട്ടോ, ആ പ്രോജക്ട് വേണ്ട എന്ന് പറഞ്ഞു. ആ മൊഴി അവരെടുത്തു. പക്ഷേ ആ ജയസൂര്യ ക്രോസ് വിസ്താരം ചെയ്യണമെന്ന് പറഞ്ഞു പി ഉണ്ണികൃഷ്ണൻ. ക്രോസ് വിസ്താരം ചെയ്തു. ഇൻകം ടാക്സ് ഓഫീസിന്റെ എറണാകുളത്ത് മേളിൽ വലിയ കോടതി കണക്കൊക്കെ ഇവര് ഉണ്ടാക്കി. കോമ്പറ്റീഷൻ കമ്മീഷൻ ക്രോസ് വിസ്താരം ചെയ്തു. വലിയ അഡ്വക്കേറ്റ് ഒക്കെ അവിടെ വന്നു. അവിടെ വെച്ച് ഉണ്ണികൃഷ്ണൻ ഡയറക്റ്റ് ചോദിച്ചു, നിങ്ങളെ ഞാൻ അങ്ങനെ വിളിച്ചു പറഞ്ഞോ? അപ്പൊ ഇയാൾ ആദ്യം കൊടുത്ത മൊഴിയിൽ ഉണ്ണികൃഷ്ണൻ എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു, ആ പടത്തിൽ അഭിനയിച്ചാൽ മേലൊരൊറ്റ സംവിധായകരും തന്നെ വെച്ച് പടം ചെയ്യില്ല എന്ന് പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ ക്രോസ് വിസ്താരം ചെയ്തപ്പോൾ നമ്മുടെ ബഹുമാനായ ജയസൂര്യ പറഞ്ഞു, അത് സാറെന്നെ വിളിച്ചു, സാറാണോ അല്ലയോ ഒന്നൊന്നും എനിക്ക് നല്ല ഓർമ്മയില്ല. ഞാനതാ പറഞ്ഞു, അയാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അയാൾക്ക് നിൽക്കണം. ഞാൻ അയാളെ വിട്ട് ഗുരുദോഷിയാന്ന് പറയത്തില്ല. പക്ഷെ കോമ്പറ്റീഷൻ കമ്മീഷന്റെ വിധിന്യായം 90 പേജുള്ള വിധിന്യായം എന്റെ കയ്യിലുണ്ട്. അതിനകത്ത് എഴുതിയിരിക്കുന്നു, ഒരു വിനയൻ കൊണ്ടുവന്നൊരു നടനെ പോലും ഇങ്ങനെ സംഘടനാ ശക്തി ഉപയോഗിച്ച് ക്രോസ് വിസ്താരം ചെയ്ത് അയാളെ കൊണ്ട് മാറ്റി പറയിച്ചതാണെന്ന് കോമ്പറ്റീഷൻ കമ്മീഷൻ കണ്ടെത്തുന്നു. അതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ ഫൈൻ അടിക്കുന്നതാ പറഞ്ഞു. എങ്ങനെയുണ്ട്? ജയസൂര്യ വാക്ക് മാറ്റി പറഞ്ഞിട്ടും കോമ്പറ്റീഷൻ കമ്മീഷന്റെ വിധിയിൽ അയാൾ തെറ്റുകാരനാണെന്ന് കണ്ടെത്തി. സുഹൃത്തുക്കളെ, ഇങ്ങനെ വർഷങ്ങളായിട്ട് നടക്കുന്ന ഇത്തരം മേധാവിത്വത്തിന്റെ, തങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടുന്നവനെ വെച്ചേക്കില്ല എന്നുള്ള മേധാവിത്വത്തിന്റെ ബാക്കി പത്രമാണ് ഒരു നല്ല ചെറുപ്പക്കാരനായി നല്ല നടനായിട്ട് നമ്മളൊക്കെ സ്നേഹിച്ച ഒരാളിപ്പോ ജയിലിൽ കിടക്കാൻ കാര്യമല്ല. ക്രിമിനലിസം, തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ പുകച്ച് പുറത്തു ചാടിക്കാനായിട്ട് ക്രിമിനലുകളായ ഡ്രൈവർമാരെയും ക്രിമിനലുകളായ വ്യക്തികളെയും കൂടെ കൊണ്ടു നടക്കുക. അല്ലെ പിന്നെ പൾസർ സുനി
നമ്മുടെ ബഹുമാനായ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സുരേഷ് കുമാറിന്റെ അദ്ദേഹം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റാണ്. ഇങ്ങനൊരു തെമ്മാടിയുണ്ട്, അവനെ സിനിമയിലൊന്നും വെക്കല്ലെന്ന് എന്താ അദ്ദേഹം വിളിച്ചു പറയാഞ്ഞത്? നമ്മുടെ വിനയൻ വരുന്നുണ്ട് ഡേറ്റ് ചോദിക്കാൻ, അവന് ഡേറ്റ് കൊടുക്കല്ലെന്ന് പറയാനായിട്ട് വലിയ ഇഷ്ടമായിരുന്നല്ലോ ഇവർക്കൊക്കെ. ഇവിടെ വിനയൻ ഒരു പടം പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഡ്രാക്കുള, ഒരെണ്ണം കൊടുക്കരുത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പോയി പ്രഭുവിനെയും നാസറിനെയും ഒക്കെ വിടുന്നു മദ്രാസിൽ നിന്ന് കൊണ്ടുവന്നല്ലോ. കാരണം എന്താ, ഇവർ വിളിച്ചു പറഞ്ഞു എന്തേ ആ ഒരു നീതിബോധം എന്റെ ഭാര്യയും കൊണ്ട് ഇങ്ങനെ കറങ്ങി, ഈ ക്രിമിനലിനെ ആരും ഇനി സിനിമയിൽ വെക്കലെന്ന് പറഞ്ഞോ? ഇല്ല. ആ അദ്ദേഹത്തിന്റെ ഡ്രൈവർ, ആ ജോണി സാഗരിയ എന്ന് പറഞ്ഞ നിർമ്മാതാവിന്റെ ഡ്രൈവറായിരിക്കുമായിരുന്ന സംഭവം, അത് കഴിഞ്ഞ് അയാൾ പോയതോടാണ് ഏറ്റവും പ്രശസ്തനായ നടൻ മുകേഷിന്റെ ഡ്രൈവറായിട്ട്. അത് കഴിഞ്ഞ് അദ്ദേഹം പോയതോടാണ് ലാൽ എന്ന് പറയുന്ന വലിയ സംവിധായകനും പ്രൊഡ്യൂസറും നടനുമായ ആളിന്റെ ഡ്രൈവറായിട്ട്. അപ്പൊ ഇത്തരം ക്രിമിനലുകളെ ആർക്കൊക്കെയോ വേണം. നമ്മളൊക്കെ ഒരു പദവി കഴിഞ്ഞാൽ, നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഒരു അവസ്ഥ കഴിഞ്ഞ് തൊഴിലാളി നേതാവും അല്ലെങ്കിൽ ഒക്കെ എന്താ പറയാ നടനും ഒക്കെ ആയിക്കഴിഞ്ഞ് കാശ് ഒത്തിരി കുമ്മിച്ച് കഴിയുമ്പോ നമുക്ക് ചില തലങ്ങളിൽ നമ്മളെ സംരക്ഷിക്കാൻ ചില ഗുണ്ടകളുടെയൊക്കെ സംരക്ഷണം വേണം. അങ്ങനെ ആയിപ്പോവും മനുഷ്യൻ. അപ്പൊ അങ്ങനെയുള്ളവരുടെ സംരക്ഷണത്തിൽ ജീവിക്കണം. നമുക്കൊരു 4 ബോഡി ഗാർഡ് വേണം. നമ്മളെ ആരെങ്കിലും വിരൽ ചൂണ്ടി അപ്പ അടി കൊടുക്കണം. നമ്മളോട് എന്തെങ്കിലും മോശം കാണിച്ചാൽ അവളെ വേണമെങ്കിൽ കൊട്ടേഷൻ കൊടുത്ത് ബലാത്സംഗം ചെയ്യുക. അത് ഞാൻ ആദ്യം കേൾക്കുക. അത് സിനിമാ കഥയിൽ എഴുതിയാൽ പോലും ആരും വിശ്വസിക്കത്തില്ലായിരുന്നു. കൊട്ടേഷൻ കൊടുക്കുക ബലാത്സംഗത്തിന്. കൈവെട്ടാൻ കൊടുക്കാം, തലവെട്ടാൻ കൊടുക്കാം. ഇഷ്ടം തോന്നിയ ഒരു പെണ്ണിനെ ബലാത്സംഗം ചെയ്തു, അല്ല അവള് നമുക്ക് വഴങ്ങിയില്ല, അല്ല അവളെ ബലാത്സംഗം ചെയ്തു, അല്ല കഞ്ചാവിന്റെ ലഹരിയിൽ ബലാത്സംഗം ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. ബലാത്സംഗം ചെയ്യാൻ കൊട്ടേഷൻ കൊടുത്ത ഒരു സംസ്കാരം മലയാള സിനിമയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ഈ മലയാള സിനിമയിലെ ഈ പറയുന്ന അമ്മയും ഫെഫ്കയുമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സുഹൃത്തുക്കളെ. അവരാണ് ആ ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുത്തത്. മലയാള സിനിമ അടക്കി വാഴുന്ന അമ്മയുടെ പെട്ടുകെടുപ്പുകാരനായിട്ടൊരു ഉണ്ണികൃഷ്ണനും സിബിമലയിലും ഫെഫ്ക എന്ന് പേരും. അവിടെ തൊഴിലാളിക്ക് യാതൊരുവിധ അവകാശമില്ലാതൊക്കെ അങ്ങ് തൊഴിലാളി സംഗമത്തിന്റെ നേതാക്കളായ മമ്മൂട്ടിയും മോഹൻലാലും ദിലീപും ഒക്കെ നടത്തും. അങ്ങനെ വന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാനല്ലാതെ ഈ ചർച്ചകളിലൊന്നും കയറി വിഴുപ്പലക്കാൻ ഞാൻ പോയില്ല ചാനലിന്റെ. കാരണം ഞാൻ ഒത്തിരി എതിര് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞാൽ അതൊരു വ്യക്തിവൈരാഗ്യമായിട്ട് വരും. ഏറ്റവും കൂടുതൽ ദ്രോഹിക്കപ്പെട്ട, ഏറ്റവും കൂടുതൽ വേദന അനുഭവിച്ച ഒരാളാണ് ഞാൻ ഈ വിലക്കിന്റെ. ഒരു വർഷം 3-4 പടം ചെയ്തിരുന്ന, അന്നത്തെ ഏറ്റവും കൂടുതൽ റെമുനറേഷൻ 30-35 ലക്ഷം രൂപയും മേടിച്ചിരുന്ന, അതൊക്കെ ഇൻകം ടാക്സിന് ശരിക്കും കാണിച്ചുകൊണ്ടാണ് കേട്ടോ. ഇന്നത്തെ ഈ അമ്മയുടെ ഇപ്പോഴത്തെ റെയ്ഡ് കണക്കല്ല. എന്നെ വിലക്കിയിട്ട് ഇവര് പ്രമുഖ ആൾക്കാർ ഒപ്പിട്ടൊരു കംപ്ലൈന്റ് കൊടുത്തു ഇൻകം ടാക്സിൽ. വിനയന് ഒരു വലിയ വീടുണ്ട് എറണാകുളത്ത്, 1 ഏക്കർ സ്ഥലമുണ്ട്. ഇൻകം ടാക്സുകാർ എന്റെ വീട്ടിൽ വന്നു, ചോദിച്ചു. എന്റെ വീട്ടിൽ വന്നത് എന്റെ സുഹൃത്തുക്കളായിട്ട് തന്നെ വന്നത്, എന്നെ റെയ്ഡ് ചെയ്യാനൊന്നും വന്നതല്ല. ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് 25 സ്ഥലവും ഈ വീടും ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് എന്റെ കണക്ക് പരിശോധിക്കാം. അവര് കണക്ക് പരിശോധിച്ചിട്ട് പറഞ്ഞു വിനയന്റെ 3 കോടി രൂപ കൂടി സമ്പാദിച്ചാൽ പോലും വിനയന്റെ കണക്കും പ്രകാരം അത് വൈറ്റ് മണി ആയിരിക്കും. കാരണം ഞാൻ ഇൻകം ടാക്സ് കൊടുക്കുന്നവനും കണക്ക് ബോധിപ്പിക്കുന്നവനുമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എവിടെ പോയി 2 നേതാക്കന്മാരുടെ, 2 മെഗാസ്റ്റാറുകളുടെയും സൂപ്പർ സ്റ്റാറിന്റെയും ഒക്കെ ഇൻകം ടാക്സ് ഒരു റെയ്ഡ് നടന്നല്ലോ. അതിനെപ്പറ്റി പിന്നെ നമ്മൾ കേട്ടില്ലല്ലോ. ദ്രോഹിക്കല്ലേ മനുഷ്യനെ. നിങ്ങൾക്ക് നിങ്ങളുടെ സിംഹാസനം സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടുന്നവനെ വെച്ചേക്കില്ല, ഞാൻ കൊന്നുകളയവൻ എന്നുള്ള നിങ്ങളുടെ ധാർഷ്ട്യമുണ്ടല്ലോ, അതിന്റെ പരിണിത ഫലമാണ് നിങ്ങളുടെയൊക്കെ സൂത്രധാരനായിരുന്ന ഇന്നത്തെ ഈ ജനപ്രിയ നടനകത്ത് കിടക്കുന്നത്. നിങ്ങളൊക്കെ കൂടി വളം വെച്ചു കൊടുത്തിട്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾക്കറിയാമായിരുന്നു ഈ നടിയുടെ പല സിനിമകളും വിലക്കിയപ്പോ, ഈ നടിയുടെ സിനിമയിൽ കാസ്റ്റ് ചെയ്താൽ ഉടനെ ആ ഡയറക്ടറെ വിളിച്ച് പറയുക അവളെ ഇടല്ലെന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് ഉപദേശിക്കാമായിരുന്നു, ദിലീപ് ഇത് തെറ്റാണ്, അവൾ അഭിനയിക്കട്ടെ, നിനക്കുണ്ടല്ലോ പടങ്ങൾ. പറഞ്ഞോ നിങ്ങളില്ല. 3-4 വർഷം നിങ്ങൾ ആ കുട്ടിയെ വിലക്കി. അവൾ എഴുതി പത്രത്തിൽ, ഞാൻ സിനിമ കൊണ്ട് ജീവിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്, പക്ഷെ ഈ നടൻ എന്നെ വിലക്കുന്നു, വ്യക്തിവൈരാഗ്യമാണ് എന്നോട് എഴുതിയില്ലേ? അതല്ല ഇയാളുടെ നേരെ വിരൽ ചൂണ്ടാനുള്ള കാര്യം? അതല്ലേ ഇയാൾക്കെതിരെ പോലീസും നിയമവും ഒക്കെ തിരിയാൻ കാര്യം? ഒരാൾ മരിച്ചാൽ ആദ്യം ചോദിക്കുന്ന എന്താണ്? ഒരു കൊലപാതകം നടന്നു, ആദ്യം വന്നാലോട് അന്വേഷിക്കുന്ന എന്താണ് പോലീസ്? ഈ മരിച്ചു കിടക്കുന്ന ആൾക്കാർക്കെങ്കിലും ശത്രുക്കളുണ്ടോ? അതല്ലേ ആദ്യം നമ്മൾ ന്യായമായിട്ട് ചോദിക്കുക. അങ്ങനെ ചോദിച്ചു, ആരാണ് തനിക്ക് ശത്രുക്കളുള്ളത്? ഒരു ശത്രുവുണ്ട്, അത് ഇതാളേ ഉള്ളൂ, വേറെ ആരും എനിക്ക് ശത്രുക്കളില്ല. പോലീസ് അങ്ങനെ തിരിയും. അവരന്വേഷിച്ചപ്പോൾ ഒത്തിരി ലിങ്കുകൾ വന്നു. ഇപ്പോഴും ഞാൻ പറയട്ടെ, മലയാള സിനിമയിൽ ഒത്തിരി ഒരുമിച്ച് യാത്ര ചെയ്ത, എത്രയോ മാസങ്ങൾ ഒരുമിച്ച് ജീവിച്ച ഈ ചെറുപ്പക്കാരൻ അതിൽ കുറ്റവാളി ആണ് എന്ന് പറയാതിരിക്കട്ടെ.
ഒടുവിൽ അയാളല്ല വേറൊരാളാണെന്ന് വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഒരുമിച്ച് കുറെ യാത്ര ചെയ്തതാണ്. എന്റെ സിനിമയുടെ ആദ്യ കാലഘട്ടത്തിൽ ഞാൻ ചേർത്ത് പിടിച്ച ഒരാളാണ്. അല്ലാതെ ഇവിടെ വ്യക്തിവൈരാഗ്യമൊന്നുമില്ല. മേക്ട ഫെഡറേഷനും ഞാനും CPIയും കാനവും KP രാജേന്ദ്രനും ഒക്കെ ഞങ്ങൾ പറയുന്നത് ജനാധിപത്യപരമായ കാര്യങ്ങൾ മാത്രമാണ്. പക്ഷെ വിമർശിക്കും, തെറ്റുകണ്ടാൽ മുഖത്ത് നോക്കി വിമർശിക്കും. അതിന് റേഷൻ കാർഡ് വെട്ടരുത്, അത് മാത്രമേ പറയാനുള്ളൂ. വിമർശനം വിമർശനമായി കാണുക. അതുകൊണ്ട് മാത്രമാണ് വിഴുപ്പലക്കാൻ കയറി ചാനലിൽ പോയി ഇയാളെ പറ്റി തെറി പറയാഞ്ഞത്. പക്ഷെ ഞാൻ ഇന്റർവ്യൂ കൊടുത്തു. ഞാൻ പറയാനുള്ളത് ഇവിടെയും പറയുന്നു. മലയാള സിനിമയിൽ ഇത്തരം വൃത്തികേടുകൾ മുഴുവൻ ഉണ്ടായതിന്റെ കാരണം താരാധിപത്യമാണ്. അത് നിങ്ങൾ മാറ്റൂ. 16 വർഷമായിട്ടിരിക്കുന്ന ഇന്നസെന്റ് ചേട്ടൻ ആ കസേരയെന്ന് ഒഴിച്ചിട്ട് ചെറുപ്പക്കാർ ഒത്തിരി പേരുണ്ടല്ലോ. പൃഥ്വിരാജ്, ജയസൂര്യ, കൊടുക്കൂ. മദ്രാസിൽ നിന്ന് നടികർ സംഘത്തിന്റെ നേതൃത്വം വിശാൽ എന്ന് പറയുന്ന 32കാരനാണ്. നിങ്ങളൊന്ന് മാറിക്കൊടുക്കൂ. അപ്പൊ നിങ്ങളുടെ മനസ്സിന്റെ ഈ പഴഞ്ചൻ അവസ്ഥയൊന്ന് മാറും. സംഘടനയുടെ ചെറുപ്പക്കാർ വരട്ടെ. അത് ചെയ്യണം. അത് ചെയ്ത് സംഘടനയും മലയാള സിനിമയിലെ സാധാരണക്കാരായ തൊഴിലാളികളെയും 1.5 ലക്ഷം രൂപയാണ് ഇപ്പം മേടിക്കുന്നത് ഒരു ഡ്രൈവറുടെ മെമ്പർഷിപ്പിന്. ഇട്ടിയാണ് അവിടെ 1.5 ലക്ഷം രൂപ കൊടുത്ത് കയറാൻ. 1.5 ലക്ഷം രൂപ പലിശ പോലും കിട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സംഘടനയൊക്കെ ഒത്തിരി കാശുണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങളുണ്ടായിരുന്നപ്പം 25,000 രൂപ പോലും പാടില്ല എന്ന് പറഞ്ഞതാണ് മേക്ട ഫെഡറേഷൻ. കാരണം സിനിമാക്കാർക്ക് അത്രയൊക്കെ കൊടുത്താലേ അതിനൊരു നിയമം, ഒരു കൺട്രോൾ ഉള്ളാകത്തുള്ളൂ എന്ന് പറഞ്ഞപ്പം ഡയറക്ടർമാർക്കന്ന് 25,000 രൂപ, ഡ്രൈവർക്കന്ന് 10,000 രൂപ. ഇന്ന് 1.5 ലക്ഷം രൂപ ഒരു ഡ്രൈവർക്കാണ് ഏറ്റവും കൂടുതൽ. കാരണം ഇത്തരം പണിയും കൂടെ കിട്ടുമല്ലോ. ഇത്തരം ഗുണ്ടായുസവും ക്രിമിനലിസത്തിനൊക്കെ നേതൃത്വം വഹിക്കാമല്ലോ. ഇപ്പൊ കേൾക്കുന്നു അയാൾ ഒരു ക്ലബ് ഉണ്ടാക്കിയിരുന്നു, ഈ പൾസർ സുനി ട്രൈബേഴ്സ് ക്ലബ്. ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസാണ്. ട്രൈബേഴ്സ് ക്ലബില് ബോഡി ഗാർഡുകളെ കൊടുക്കും, പേഴ്സണൽ ട്രൈബേഴ്സിനെ കൊടുക്കും, ഇതുപോലുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്തു കൊടുക്കുന്ന പൾസർ സുനിമാനെ കൊടുക്കും. മുകേഷൊക്കെ ഉത്തരം പറയണം. ഇടതുപക്ഷ MLA ആണ്, ഉത്തരം പറയണം. എന്തിനാളെ വെച്ചുകൊണ്ട് നടന്നു? അറിയാഞ്ഞിട്ടാണോ? നാടകം കളിക്കണ്ട, ഞങ്ങൾക്കറിയാം. അത്തരം കുഴപ്പക്കാരെ ഒക്കെ ചോദ്യം ചെയ്യണം. മലയാള സിനിമ ശുദ്ധീകരിക്കണം. തൊഴിലാളികളെ, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒറ്റ തൊഴിലാളിക്ക് പണിയുണ്ടോ? മേക്ട ഫെഡറേഷനിൽ 10-60 പേരുണ്ട്. പക്ഷെ മുഖം വലുതായിട്ട് അറിയാവുന്നവരൊന്നുമില്ല. തൊഴിലാളികളാണ്. അവരെയൊന്നും ആർക്കും അറിയില്ല. ക്രെയിൻ ഓപ്പറേറ്റ് ചെയ്യുന്നവരും ലൈറ്റ് ബോയ്സും ഒക്കെ ആയിട്ട് 10-60 പേരുണ്ട്. പിന്നെ ഒരു 10-300 പേരുണ്ട് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഒക്കെ ആയിട്ട്. ഇന്നും ഡയറക്ടറാകാൻ നടക്കുക കക്ഷത്തിൽ കഥയും വെച്ചോണ്ട്. ഓട്ടോറിക്ഷയ്ക്ക് പോകാൻ പോലും കാശില്ലാതെ സിനിമാക്കാരനാണെന്നും പറഞ്ഞ അടിച്ച വാതിൽ കയറ്റത്തിൽ ഇവിടാണ് ഏതാ കാർഡുള്ളത്? മേക്ട ഫെഡറേഷൻ. അതിന് വെളിയിൽ ക്യാമറ എന്ന് പറയും. കാണത്തോലുമില്ല. അങ്ങനെ ഒരു 10-300 പേരുണ്ട്. ഇതാണോ ജനാധിപത്യം? ഞാൻ ബഹുമാനായ KPRനോട് പറയുകയാണ്, ശക്തമായിട്ട് നമുക്ക് പ്രതികരിക്കണം. തിരിച്ചു കൊണ്ടുവരണം ഇവിടെ ജനാധിപത്യം സിനിമയിൽ. അതിനുവേണ്ടി ഏതൊക്കെ വരെ പോകണം. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.